ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഈദ് ഹോളിഡേയ്സിന് ഒരു സ്മോൾ ഔട്ടിംഗ് പോയൊരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സും ഫാമിലീസും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയത് മസ്കറ്റിലെ ഏറ്റവും ഫേമസ് ആയ സ്ഥലങ്ങളിലൊന്നായ മത്രയിലേക്കായിരുന്നു. ഏറ്റവും പഴക്കമേറിയ പ്രദേശങ്ങളിലൊന്നാണ് മത്ര. മസ്കറ്റിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടെയാണ്. ഈ പ്രദേശം മസ്കറ്റിൻ്റെ വധു എന്ന പേരിലും അറിയപ്പെടുന്നു. ഞങ്ങൾ ഇവിടുന്ന് വൈകിട്ട് ഒരു 4 o'clock ആയപ്പോഴാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ഈദ് ഹോളിഡേയ്സ് ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ആദ്യം ഞങ്ങൾ എത്തിയത് മത്ര കോർണിഷ് ആയിരുന്നു. ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് മത്ര കോർണിഷ്. ഒരു വശത്ത് നല്ല ബ്ലൂ കളറിലുള്ള കടൽ കാണാം, മറുവശത്ത് വലിയ മലയുമാണ്. ഹജാർ മൗണ്ടൻസ് എന്നാണ് പറയുക. ഏകദേശം 3 കിലോമീറ്റേഴ്സ് നീളത്തിലാണ് ഇത് വ്യാപിച്ചിരിക്കുന്നത്. അതൊരു നല്ല കാഴ്ചയായിരുന്നു. പിന്നെ ഇവിടെ വലിയ കപ്പലുകൾ കാണാം, അതൊരു മെയിൻ അട്രാക്ഷനാണ്. ഒരിക്കൽ ഒമാനിലെ പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു മത്ര. പഴയകാലത്ത് ഇന്ത്യ, ആഫ്രിക്ക, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി ഇവിടെ വ്യാപാരം നടന്നിരുന്നു. അന്നത്തെ കാലത്ത് മസാലകൾ, വസ്ത്രങ്ങൾ, സ്വർണം, വെള്ളി ഇവയെല്ലാം ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്തിരുന്നു. കടൽ വഴി വ്യാപാരികൾ മത്രയിലെത്തി ഇവിടെയാണ് സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. നെക്സ്റ്റ് ഞങ്ങൾ പോയത് മത്ര അൽ റിയാം പാർക്കിലേക്കാണ്. ഞങ്ങൾ നടക്കുമ്പോൾ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡാൻസ് കണ്ടു. ഒമാനിലെ പ്രധാനപ്പെട്ട ട്രഡീഷണൽ ഡാൻസുകളിൽ ഒന്നാണിത്. ഇത് ഒരു യുദ്ധനൃത്തം പോലെയായിരുന്നു. പുരുഷന്മാർ കയ്യിൽ വാള് അല്ലെങ്കിൽ തോക്ക് പോലുള്ള ആയുധങ്ങൾ പിടിച്ച് ഗ്രൂപ്പായിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്. പാട്ടുണ്ടായിരുന്നു. ഇത് ധൈര്യവും ഐക്യവുമാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങളിപ്പോൾ മത്രയിലെ അൽ റിയാം പാർക്കിലെത്തി. വലിയ പാർക്കായിരുന്നു.
അവിടെ കുട്ടികളൊക്കെ ഒരുപാട് സമയം കളിച്ചു. അവർക്കും നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. നല്ല പച്ച പുല്ലുകളും മരങ്ങളും പൂന്തോട്ടങ്ങളെല്ലാം ഇവിടെ കാണാം. കുട്ടികൾക്കാണെങ്കിലും കളിക്കാൻ സ്ലൈഡുകളും സ്വിങ്ങുകളും ഒക്കെ ഉണ്ട്. ആ കാണുന്നത് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗമാണ്. ചെറിയ ഒരു കുന്നിൻ മുകളിൽ വലിയ ധൂപക്കുഴി രൂപത്തിലുള്ള സ്മാരകം. റിയാം ഇൻസെൻസ് ബേർണർ എന്നാണ് പറയുന്നത്. രാത്രിയിൽ ലൈറ്റെല്ലാം ആയപ്പോൾ ഇത് നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഇത് 1990 ഒമാൻ്റെ 20ാം ദേശീയ ദിനം ആചരിക്കുന്നതിനായി നിർമ്മിച്ചതാണ്. ഈ പാർക്ക് ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് റിയാം പാർക്കിൽ നിന്നും നോക്കിയാൽ മത്ര കോർണിഷ് ബീച്ച് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും.
മലയുടെ മുകളിൽ കാണുന്നതാണ് മത്ര ഫോർട്ട്. 1500കളിൽ പോർച്ചുഗീസുകാർ ഒമാനിലെത്തിയപ്പോൾ അവർക്ക് ഏറ്റവും പ്രധാനമായിരുന്ന സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു ഈ തുറമുഖം. കാരണം കടൽ വ്യാപാരത്തെ നിയന്ത്രിക്കാൻ ഇതൊരു മികച്ച സ്ഥലമായിരുന്നു. അവരുടെ ഭരണകാലത്ത് തുറമുഖം കൂടുതൽ ശക്തിപ്പെടുകയും അവിടുത്തെ പ്രദേശങ്ങളിൽ കോട്ടകൾ നിർമ്മിക്കുകയും ചെയ്തു. അതിൻ്റെ പ്രധാനമായ ഒന്നാണ് മത്ര ഫോർട്ട്. കടലിൽ നിന്നും വരുന്ന ശത്രുക്കളെ തടയാൻ വേണ്ടിയാണ് ഈ ഫോർട്ട് നിർമ്മിച്ചത്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് മത്ര സൂക്കിലേക്കാണ്. സൂക്കിൽ കയറുമ്പോൾ തന്നെ സുഗന്ധദ്രവ്യങ്ങളുടെ സ്മെല്ലായിരുന്നു. മത്ര സൂക്കിൻ്റെ പ്രാദേശിക പേര് അൽ ദലാം എന്നാണ്. അറബിയിൽ ഇരുട്ട് എന്നാണ് അർത്ഥം. ഏറ്റവും പഴക്കമുള്ള മാർക്കറ്റുകളിൽ ഒന്നാണിത്. ഇടുങ്ങിയ വഴികളും കടകളും സൂര്യപ്രകാശം കടക്കാത്ത രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. അതുകൊണ്ട് ഷോപ്പർമാർക്ക് വഴി കണ്ടെത്താൻ വിളക്കുകൾ ആവശ്യമായിരുന്നു. 1960കളിൽ ജീവിതം വളരെ ലളിതമായ കാലത്ത് ഈ സൂക്ക് ഒമാനികൾക്ക് പ്രധാനമായും ആവശ്യമായ സാധനങ്ങൾ ലഭിക്കുന്ന സ്ഥലമായിരുന്നു. തുണികൾ, പഴങ്ങൾ, പച്ചക്കറി, ഈന്തപ്പഴം, പിന്നെ ഇറക്കുമതി സാധനങ്ങളും ഇവിടെ വിൽക്കപ്പെട്ടിരുന്നു. ആദ്യ സമയത്ത് ഇത് മണ്ണും പനയിലകളും വെച്ച് നിർമ്മിച്ചതായിരുന്നു. ഉയർന്ന ചൂട് താങ്ങാൻ അനുയോജ്യമായ രീതിയിലായിരുന്നു അത്. അടുത്ത കാലത്ത് പരമ്പരാഗത ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ സൗകര്യങ്ങൾ ചേർക്കുകയും ചെയ്തു. ഇത് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനാണ്. ഗൃഹോപകരണങ്ങൾ, വസ്ത്രം, ചെരുപ്പുകൾ, സുഗന്ധ എണ്ണകൾ, പൂവ്, മസാലകൾ എല്ലാം ഇവിടെ കിട്ടും. നെക്സ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കുക്കൂല് കയറി. പിന്നെ വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ എല്ലാവർക്കും മത്ര വളരെ ഇഷ്ടമായി. കുട്ടികൾക്കാണെങ്കിലും നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഒമാനിലേക്ക് വരുന്നവർ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട സ്ഥലമാണ് കേട്ടോ മത്ര. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.